എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് 3BHK വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയത്ത് നമുക്കൊരു വീട് കൊടുക്കാനുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന 4.25 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. ഇവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചെയ്തിട്ടുള്ള കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂര് പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമുക്കൊരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ കാണുന്ന വില്ലക്കകത്തുള്ള 90% വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസവും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു സ്ലൈഡിങ് കയറ്റം വരുന്നുണ്ട്, നമ്മുടെ നോർമൽ മടക്ക് കയറ്റം വരുന്നുണ്ട്. മുറ്റത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുറ്റത്ത് കിണർ വരുന്നുണ്ട്. ഈ വീട് ചെയ്തിട്ടുള്ള 2 നിലയ്ക്കുള്ള പേസ്മെൻ്റാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹൗസ് സൈഡിൽ കൂടിയാണ് സ്റ്റെയർ വരുന്നത്. ഈ വീടിൻ്റെ കാർ പോർച്ച് ഏരിയയാണ് ഈ കാണുന്നത്. നമുക്കൊരു വലിയൊരു ഇന്നോവ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീടിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലാണ് നമുക്ക് വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടെസ്റ്റർ വർക്ക്, നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ വുഡ് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ നമുക്ക് പ്ലാവാണ്, ഫുൾ നമുക്ക് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ടുള്ള ഏരിയ വരുന്നതാണ്. മുറ്റത്താണ് നമുക്ക് കിണർ വരുന്നത്. മുറ്റത്ത് നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്ക് ചെയ്യേണ്ട സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടിയാണ് നമുക്ക് സ്റ്റെയർ വരുന്നത്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. കിണറ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എപ്പോഴും വെള്ളം കാണും. കിണറ്റിൽ നമുക്ക് എത്ര വേനലായിരുന്നാലും നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നമുക്ക് അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിൽ നമുക്ക് സ്കൈയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ തൂണിൽ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഗ്രീൻ ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷനിലാണ് നമുക്കിവിടെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോർ ചെയ്തിരിക്കുന്ന പ്ലാവിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്തു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ വീട് ചെയ്തിരിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി വുഡും ഹൈ ക്വാളിറ്റി പെയിന്റിങ്ങും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ ഈ വീടിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. നമ്മുടെ TV യൂണിറ്റ് ഏരിയയും വരുന്നുണ്ട്. നമുക്ക് ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്ലോർ ടൈൽ ഉപയോഗിച്ചിരിക്കുന്ന 4x4 ഫ്ലോർ ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ്. എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. നമുക്കിവിടെ 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് നമ്മൾ വുഡിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. വീട്ടിൻ്റെ അകത്ത് നമുക്ക് കളർ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളറാണ്. ഇത് നമുക്ക് വാഷബിളാണ്. ഈ പെയിന്റ് നമുക്ക് വാഷബിളാണ്. 2 കോട്ട് പുട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് ലീ ഗാർഡിന്റെ സ്വിച്ചാണ് വരുന്നത്. ഹാളിൽ നമുക്ക് TV യൂണിറ്റിൽ നിന്ന് നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കബോർഡ് വർക്ക് ചെയ്ത് പാർട്ടീഷൻ തിരിച്ചാണ് നമുക്ക് ഡൈനിങ് സെക്ഷന്റെ സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വുഡ് നമ്മുടെ ജനലുകളായിരുന്നാലും അകത്തെ ഡോറായിരുന്നാലും ഫ്രണ്ട് ഫുള്ളും നമ്മളെ വീടിൻ്റെ 3 ചുറ്റും നമുക്ക് പ്ലാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസ് കൗണ്ടർ. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിൽ തന്നെ നമ്മുടെ വാഷ് ബേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്ന ബെഡ്റൂം. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നാലും നല്ല പ്രീമിയം ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്തത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പ്ലാവാണ്. ഇത് ഫുള്ള് നമുക്ക് ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്.
നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഈ വാഷ്റൂമിലെ ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്ന ബെഡ്റൂം. ഇവിടെ നമുക്ക് 3 പാളിയുടെ സെയിം കബോർഡാണ് വരുന്നത്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 11x10 ബെഡ്റൂമിന്റെ സൈസ്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നത് നമുക്ക് സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്നത് മലയൻ ജംഗ്ഷനിൽ നിന്നും പ്രാവച്ചമ്പല ഹൈവേയിലോട്ട് പോകുന്ന റോട്ടിൽ നിന്നും 50 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വില്ല വരുന്നത്. ഈ വില്ലക്കത്ത് നിന്നും വരുന്ന റോട്ടിൽ നമുക്ക് ബസ് റൂട്ട് ആയിരുന്നതാണ് കൊറോണ സമയത്ത് മുമ്പേ. ഇപ്പോൾ നമുക്ക് ബസ് റൂട്ട് അല്ല, നമുക്ക് ഉടനെ തന്നെ ബസ് റൂട്ട് ആവുന്നതാണ്. നമ്മളിപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ബസ് റൂട്ടിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ വില്ലകൾ വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ബസ് ഇപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് പേപ്പർ വർക്ക് നടക്കുകയാണ്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമ്മുടെ കിച്ചണാണ്. ഇതാണ് നമ്മുടെ കിച്ചൺ. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫ്ലോർ ടൈലൊക്കെ വന്നിട്ട് നല്ല വുഡിൻ്റെ ഡിസൈൻ വരുന്ന ഫ്ലോർ ടൈലാണ് വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇവിടെ നമുക്ക് അപ്പോസ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കിച്ചണിൻ്റെ 2 ചെവിലിൽ നമ്മൾ സ്കൈ ബ്ലൂ ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കളർ ചേഞ്ച് വല്ലതും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. കിച്ചണിലെ കബോർഡ് വർക്കിന് ബോർഡ് ഉപയോഗിക്കുന്ന എല്ലാം പ്രീമിയം ബോർഡാണ്. കിച്ചണിലെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. എല്ലാത്തിനും നല്ല ഗ്യാരണ്ടി ഉള്ള ഫിറ്റിംഗ്സ് ആണ്. അടുത്ത കിച്ചണിൽ നിന്ന് വരുന്നത് നമുക്ക് ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയക്കുള്ള സ്പേസ്. ഇവിടുന്ന് നമുക്ക് ഈ മൂല വരെ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് കിച്ചണിൽ നിന്ന് വരുന്നത് നമുക്ക് ബാക്കിലെ നനകല്ല്. വീട്ടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ടെറസിലോട്ട് വന്ന് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിന് ടെറസിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മളെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് വാഷ് ബേസിൻ്റെ പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ നമുക്ക് ക്യാമറ പോയിന്റ്, നമ്മുടെ വീടിൻ്റെ 4 ചുറ്റും നമുക്ക് ക്യാമറ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ടെറസിൽ നമുക്ക് 750 ലിറ്ററിൻ്റെ ഒരു വലിയൊരു ടാങ്കാണ് വരുന്നത്. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 നിലയുടെ ബേസ്മെന്റിലാണ് വീട് ചെയ്തിട്ടുള്ളത്. അഡീഷണൽ നമുക്ക് മേഖലയിൽ 1 നില കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻ ജംഗ്ഷനിൽ നിന്നും പ്രാവച്ചമ്പലം പോകുന്ന റോട്ടിലാണ്. നമ്മുടെ റോട്ടിൽ നിന്നും 50 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റി വരുന്നത്. ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ കാണുന്ന 90% വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾ താമസം വരുന്നുണ്ട്. ഈ വീട് നിൽക്കുന്ന 4 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 3 ബെഡ്റൂമാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് വലിയൊരു ഇന്നോവ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട് ചെയ്യിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് നമുക്ക് വീട് ചെയ്തിട്ടുള്ളത്. ഈ വീട് വന്ന് കാണുമ്പോഴേ ഈ വീടിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിലും ഈ വീടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇടണം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.